വെൽക്കം ടു യാത്രാ പഠന ചിന്തകൾ പാർട്ട് 3. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിജയിച്ചിട്ടുള്ള എയ്ഫറൈറ്റ്സിൻ്റെ കാണാനുള്ള യാത്രയിൽ അവരോട് സംസാരിക്കുമ്പോഴും ഇപ്രാവശ്യം വിജയിച്ച ആളുകളിൽ നിന്ന് കിട്ടുന്ന ചില ഇൻസൈറ്റുകൾ, ചിന്തകളാണ് ഈ സീരീസിലൂടെ നമ്മൾ പറയുന്നത്. ദിസ് ഈസ് എ തേർഡ് വൺ. നിങ്ങൾ മുമ്പുള്ളത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. വരാൻ പോകുന്നതും നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തതായിട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻസൈറ്റ് എന്ന് പറയുന്നത്, നമ്മൾ എല്ലാ ദിവസവും നമുക്കൊരിക്കലും വളരെ നന്നായിട്ട് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പലരുടെയും ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നല്ല അടിപൊളി ഉഷാറായിട്ട് മേ ബി ഒരു 4 മണിക്കൂർ പഠിക്കുന്ന ആളുകളാണെങ്കിൽ ഓക്കെ, അടിപൊളി ഉഷാറായിട്ട് ഒരു വാട്ട് ഐ വിൽ സേ ഒരു 4 ദിവസം പഠിക്കും. മേ ബി ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ പഠിക്കുന്നു. പക്ഷേ 6-ാമത്തെ ദിവസമോ 7-ാമത്തെ ദിവസമോ എന്ത് ചെയ്യില്ല, അവർക്ക് അങ്ങനെ പഠിക്കാൻ പറ്റില്ല. അവർക്ക് ചിലപ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെയാണ് പഠിക്കാൻ സാധിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ സാധിക്കുന്ന സമയത്ത് ഇവരെന്ത് വരും എന്ന് ചോദിച്ചാൽ, അതോടുകൂടി ഇവരങ്ങ് ഡൗൺ ആവും. എൻ്റെ വാട്ട് വി കൻ സേ എൻ്റെ പ്രിപ്പറേഷൻ മിസ്സായിട്ടുണ്ട്, എൻ്റെ ഫ്ലോ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ആ ഫ്ലോയിൽ നിന്ന് അങ്ങ് പോകും. പിന്നീടൊരു പുതിയ സെറ്റ് ഓഫ് പ്രിപ്പറേഷൻ തുടങ്ങേണ്ടി വരും. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരാൾക്കും എല്ലാ ദിവസവും ഒരുപോലെ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, എല്ലാവർക്കും ഒരുപോലെ ഒരു ദിവസം പ്രിപ്പയർ ചെയ്യാൻ സാധിക്കില്ല. ഒന്നാമത്തെ ഒരു ആസ്പെക്റ്റ് മനസ്സിലാക്കേണ്ട ഒരു ആസ്പെക്റ്റ്. രണ്ടാമത്തെ ഒരു ആസ്പെക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഓക്കെ, രണ്ടാമത്തെ ഒരു ആസ്പെക്റ്റ് എല്ലാ ദിവസവും നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഏതെങ്കിലും രീതിയിൽ എഫേർട്ട് എല്ലാ ദിവസവും എടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയാൽ മതി. എല്ലാ ദിവസവും ഞാൻ 5 മണിക്കൂർ പഠിക്കും നിങ്ങൾ തീരുമാനിക്കരുത്. എല്ലാ ദിവസവും അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചാൽ പ്രശ്നം, നിങ്ങൾക്ക് 5-ാമത്തെ ദിവസം പഠിക്കാൻ പറ്റില്ല, നിങ്ങൾ ഡൗൺ ആവും, പിന്നെ 1 മണിക്കൂറും പഠിക്കില്ല. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഈ എക്സാമിന്, ഞാൻ എഴുതാൻ പോകുന്ന എക്സാമിന് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് ഇടുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ 5 മണിക്കൂർ പഠിച്ചിട്ടുണ്ട്, ഞാൻ മിനിയാന്ന് 5 മണിക്കൂർ പഠിച്ചിട്ടുണ്ട്, ഞാൻ ഇന്ന് 3 മണിക്കൂറെങ്കിലും ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ നാളെ മേ ബി 2 മണിക്കൂർ പഠിക്കും, ഞാൻ മറ്റൊരു ദിവസം ചിലപ്പോൾ എല്ലാ ദിവസവും ആ ഒരു നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിന് ക്വാളിഫൈ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു എഫേർട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടെന്നാണ് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത്. അത്ര ഉറപ്പുവരുത്തിയാൽ മതി. അത് മുമ്പുള്ളതിനെ പോലെ ആവണമെന്നില്ല. മറ്റേതെന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, നമ്മളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഇത്ര മണിക്കൂർ എല്ലാ ദിവസവും പഠിക്കുക എന്ന് പറയുമ്പം ആ ഫ്ലോ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. മനുഷ്യന്മാരാണ്, ഇൻകൺസിസ്റ്റൻസി ഈസ് വെരി കോമൺ. മാത്രമല്ല, ആ ഫ്ലോ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ആസ്പെക്റ്റിൽ നമ്മൾ പിന്നീട് പല ദിവസങ്ങളും തീരെ പഠിക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആസ്പെക്റ്റ് ഉള്ളത്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, ഒരു എക്സാമിന് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതിൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത്, എല്ലാ ദിവസവും പറ്റാവുന്നത്ര എല്ലാ ദിവസവും അതിന് എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ്. ഏതുപോലെയാണോ നിങ്ങൾക്ക് ചെയ്യുക അങ്ങനെയുള്ള എഫേർട്ട് എടുക്കുക. അത് ഒരു ദിവസം അരമണിക്കൂറാവാം, ഒരു ദിവസം 2 മണിക്കൂറാവാം, ഒരു ദിവസം 3 മണിക്കൂറാവും, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അൾട്ടിമേറ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ടത്, എത്ര മണിക്കൂർ നമ്മൾ പഠിച്ചു എന്ന് എൻ്റെ ഒരിക്കലും ചോദിക്കുന്നില്ല. എത്ര മണിക്കൂർ നമ്മൾ പഠിച്ചു എന്നുള്ളത് മാത്രമല്ല, ഓക്കെ, വാട്ട് വി ക്യാൻ സേ റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അത് മാത്രമല്ല റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത്, മറിച്ച് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക, നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് റിവൈസ് ചെയ്യാൻ പറ്റുക പോലെയുള്ള കാര്യങ്ങൾ കൂടിയിട്ടാണ്. അപ്പോൾ ഇനി തൊട്ടിട്ട് മനസ്സിലാക്കുക, എല്ലാ ദിവസവും പറ്റാവുന്ന പോലെ പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാൻ, ഈ എന്നല്ല ഏതൊരു എക്സാം ക്വാളിഫൈ ചെയ്യാനും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.